പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിലെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. പ്രിയ മക്കളെ നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുന്ന ഹല്ലേലൂയ വചനമാണിത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ഹല്ലേലൂയ. എന്താണ് ഈ വചനം? അതായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. ഈ സത്യവചനമാണ് നാം യഥാർത്ഥമായി പ്രസംഗിക്കേണ്ടത്. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നാം ദൈവവചനമാണ് സംസാരിക്കേണ്ടത്. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-5 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത്, സ്തോത്രത്തോട് അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ, ഇവിടെ പറയുന്നുണ്ട് എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാ. ഹല്ലേലൂയ. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഓരോന്നും വിശുദ്ധിയോടുകൂടി ഹല്ലേലൂയ പ്രാർത്ഥനയാൽ നാം ഏറ്റെടുക്കുന്നുവെങ്കിൽ നമ്മുടെ വിഷയത്തിന് മറുപടിയാണ്. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2:9 പറയുന്നുണ്ട്, ദൈവവചനത്തിനോ ബന്ധനമില്ല. ഹല്ലേലൂയ. ഏതൊരു വ്യക്തിക്കും പറയുവാൻ സാധിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയരെ, എന്നാൽ അത് ആർക്കാണ് പറയുവാൻ സാധിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിച്ച് നടത്തുന്ന, ഹല്ലേലൂയ, എന്ന് അത് ബോധ്യമുള്ളവർക്കാണ് പറയുവാൻ സാധിക്കുന്നത്. നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിച്ച് നടത്തുന്നതാണ്. തോന്നിയതുപോലെ നടന്നിട്ട് ദൈവവചനം പറയാമെന്ന് പറഞ്ഞാൽ അത് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നോക്കൂ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2:15 ഹല്ലേലൂയ നമ്മൾ കുറിവാക്യമായി പറഞ്ഞത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം തീ പോലെ, അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാ. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനം പറയാമെന്ന് ആരും വിചാരിക്കേണ്ട. ഹല്ലേലൂയ. നോക്കൂ, അതുകൊണ്ട് ദൈവവചനം വല്ലതുമൊക്കെ വിളിച്ചു പറയുവാൻ പറ്റിയതല്ല. ഹല്ലേലൂയ. നാം ദിനംതോറും വചനം വായിച്ച് ഹല്ലേലൂയ അത് മനസ്സിലാക്കി അത് ഗ്രഹിക്കുന്നവരായിരിക്കണം. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 4:13 പറയുന്നുണ്ട്, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക, കർത്താവിൻ്റെ വരവ് വരെയും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ വചനം ശ്രദ്ധിച്ച് പഠിച്ച് ഹല്ലേലൂയ അതിൻ്റെ ഉപദേശങ്ങൾ ഓരോന്നും മനസ്സിലാക്കി നാം ജീവിക്കുന്നവരായിരിക്കുന്നു. അടുത്തതായിട്ട് നോക്കൂ പ്രിയപ്പെട്ടവരെ, വചനത്താൽ പോഷണം ലഭിക്കണം. ഹല്ലേലൂയ. നോക്കൂ, വെറുതെ വായിച്ചത് കൊണ്ടായില്ല, അത് ഗ്രഹിക്കുന്നവരായിരിക്കണം. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 4:6 പറയുന്നുണ്ട്, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സദുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ചു ക്രിസ്തു യേശുവിനെ നല്ല ശുശ്രൂഷകനാകും. ഹല്ലേലൂയ. വേണ്ടുന്നതുപോലെ വചനം നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ച് പഠിച്ചാൽ
കഴിച്ചാൽ ഹല്ലേലൂയ എങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്നുവോ അത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഹല്ലേലൂയ പോഷകം തരുന്നത് പോലെ വചനവും അതുപോലെ ഗ്രഹിച്ചു പഠിക്കുവാൻ നമ്മൾ ഹല്ലേലൂയ ഉത്സാഹം കാണിക്കണം. അങ്ങനെയുള്ളവരാണ് ക്രിസ്തുവേശുവിനെ നല്ല ശുശ്രൂഷകനായി നിൽപ്പാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, പഥ്യവചനവും ഉപദേശവും അനുസരിക്കണം. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 6:3 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ വചനം അനുസരിച്ച് അത് ഉപദേശം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൈക്കൊള്ളുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, പഥ്യവചനം കേൾക്കണം. ഹല്ലേലൂയ. കേൾക്കുകയും അത് അതേപോലെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യണം. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 1:13 പറയുന്നുണ്ട്, എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുകയാണ്, എന്നോട് കേട്ട വചനം. പ്രിയ മക്കളെ, നമ്മൾ ഓരോരുത്തരും കേൾക്കുന്ന വചനങ്ങൾ ഓരോന്നും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തില് ആ സ്നേഹത്തില് നമ്മളെ മാതൃകയാക്കണം. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ ഹല്ലേലൂയ സ്നേഹം പകർന്നു കൊടുത്തതുപോലെ നാമും സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി വിശ്വാസത്തിൽ എപ്പോഴും നിലനിൽക്കുന്നവരുമായി തീരണം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, വചനം ഓരോന്നും പഠിക്കുകയും അത് നിശ്ചയം പ്രാപിക്കുകയും അത് നിലനിൽക്കുന്നതുമായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 15 പറയുന്നത്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. ഹല്ലേലൂയ. വെറുതെ നമ്മൾ വചനം വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആവത്തില്ല. അത് നമ്മൾ വേണ്ടുന്നത് പോലെ പഠിക്കണം, അത് നിശ്ചയം പ്രാപിക്കണം. ആ വചനത്തിൽ നമ്മൾ ഹല്ലേലൂയ എപ്പോഴും ഗ്രാഹ്യമുള്ളവരായി, ആ വചനത്തിൽ നമ്മൾ വേരൂന്നി വളരുന്നവരായി, അതിൽ തന്നെ നിലനിൽക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ പ്രിയ മക്കളെ നല്ല ഫലം കൊടുക്കുന്നതായി തീരണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്ക്, വചനം നമ്മൾ അറിയണം. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3:14 പറയുന്നുണ്ട്, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയണം. ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് നമ്മൾ മുൻപ് ഹല്ലേലൂയ മുന്നോട്ട് പോകുന്നവരായിരിക്കണം. ഇവിടെ പറഞ്ഞു നോക്കൂ, ബാല്യം മുതൽ നമ്മൾ കർത്താവിന്റെ വചനത്തിൽ ന്യായമായിട്ട് ജ്ഞാനത്തോടെ പഠിച്ചു മുന്നേറുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ ഹല്ലേലൂയ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നമ്മളെ മനസ്സിലാക്കി നമ്മളെ അറിഞ്ഞ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ സമർപ്പിക്കുക. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണമേ എന്ന് പറഞ്ഞ് നമുക്കായിത്തീരാം. സത്യവചനം വേണ്ടും പോലെ പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് അപ്പന്റെ ഹല്ലേലൂയ കൃപപ്രകാരം നമുക്ക് മുന്നേറാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. സത്യവചനത്തെ ഹല്ലേലൂയ യഹോവയിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ ഓരോന്നും ഹല്ലേലൂയ വേണ്ടും പോലെ അത് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ അത് മനസ്സിലാക്കി പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഉള്ളിൽ ഹല്ലേലൂയ അത് ഗ്രഹിച്ച് ഹല്ലേലൂയ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിടുതലായി തീരണം കർത്താവേ. അവരവരെ തന്നെ ചിന്തിപ്പാൻ കേൾക്കുന്ന വചനങ്ങൾ ഹല്ലേലൂയ അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവേ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും പകർന്നു കൊടുക്കുന്ന വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ അത് ചൈതന്യം പകരുന്നതായി തീരുവാൻ, സന്തോഷം പകരുന്നതായി, സമാധാനം കൊടുക്കുന്നതായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.